Hello friends, welcome to our next video. ഇതാണ് നമ്മുടെ അടുത്ത വീഡിയോ AN Couples Lab. Yeah friends, അപ്പം actually രണ്ട് സ്ഥലത്താണ്. നമ്മൾ ഈ വീഡിയോ രണ്ട് സ്ഥലത്താണ്. നമ്മൾ ആക്ച്വലി ഞാൻ പാങ്ങോടും അവള് കഴക്കൂട്ടത്തുമാണ്. കാരണം എനിക്ക് അരങ്ങേറ്റത്തിൻ്റെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പാങ്ങോടും അവൾ കഴക്കൂട്ടും ആയിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ജേർണലിൻ്റെ ഒരു അൺബോക്സിങ് ആയിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ എന്ത് ചെയ്യും നിമിഷ പറ, നീ തന്നെ പറ. ഈ വീഡിയോയില് നമ്മൾ ജേർണലിങ്ങിനുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാകാൻ പോകും. അത് ചേച്ചിയുടെ പുതിയ പേസ്റ്റൽ കളേഴ്സ് വെച്ച് നമ്മളിപ്പോൾ പേസ്റ്റൽ കളേഴ്സിന് അൺബോക്സിങ് ചെയ്തു. പക്ഷെ നമ്മൾ അത് വെച്ചൊന്നും ചെയ്തിട്ടില്ല. അപ്പം അത് വെച്ച് നമ്മൾ കുറച്ച് എന്താ പറയുക, ജേർണലിങ്ങിന് വേണ്ടിയുള്ള കുറച്ച് ഷീറ്റ്സ്, ഡെക്കറേറ്റീവ് ഷീറ്റ്സ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നിമിഷ എൻ്റെ കൂടെ ഇരിക്കുകയായിരിക്കും ജസ്റ്റ്, റൈറ്റ് അല്ല നിമിഷ? അപ്പം ഞാനായിരിക്കുമല്ലോ ചെയ്യുന്നത്, പക്ഷേ നിമിഷയുടെ ഐഡിയ എല്ലാം നമ്മൾ യൂസ് ചെയ്യുമായിരിക്കും അല്ലേ നിമിഷ? അപ്പം നമുക്ക് എന്തായാലും വീഡിയോ തുടങ്ങാം അല്ലേ? സോ ഫ്രണ്ട്സ്, ഈ കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഡോംസിൻ്റെ പേസ്റ്റൽ ബ്രഷ് പെൻസ്. ഇത് വെച്ചാണ് നമ്മൾ കുറച്ച് ഡെക്കറേറ്റീവ് ഷീറ്റ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. വൈറ്റ് പേപ്പറിൽ നമുക്ക് ഉണ്ടാക്കാം. സോ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും ഒന്ന് അൺപാക്ക് ചെയ്യാം, ഒന്ന് ഓപ്പൺ ചെയ്യാം ഫ്രണ്ട്സ്. സോ ഫ്രണ്ട്സ്, നമ്മളിതിനെ അൺപാക്ക് ചെയ്തിരിക്കുന്നു കണ്ടോ. ആക്ച്വലി ഞാൻ ഇതിൻ്റെ കുറച്ച് ഷീറ്റ്സ് ഉണ്ടാക്കിയായിരുന്നു കണ്ടോ. ഇങ്ങനത്തെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു. കുറച്ച് ഞാൻ ഉണ്ടാക്കിയത് നമ്മൾ കുറച്ചിങ്ങനെ ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഈ കളർ യൂസ് ചെയ്യാം. എന്തായാലും ഈ കളർ നമുക്ക് യൂസ് ചെയ്യാം. സോ ഇത് വെച്ച് ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് ഉണ്ടാക്കാൻ ആക്ച്വലി ഭയങ്കര ഈസിയാണ്. ആക്ച്വലി സ്കെയിൽ വെച്ചത് യൂസ് ചെയ്യാൻ ഇത്തിരി പാടാണ് ഫ്രണ്ട്സ്. അതുകൊണ്ട് നമ്മളല്ലാതെ നോർമൽ ഹാൻഡ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, നമ്മൾ ഈ കളറുണ്ട്, ഈ ഒരു കളറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു ബ്രൈറ്റ് കളറാണിത്. നമുക്ക് എന്തായാലും അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഭയങ്കര ഈസിയാണ് ഇങ്ങനെ ചെയ്യാൻ. ആക്ച്വലി വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്ക് പാടാണ് ഫ്രണ്ട്സ്. എൻ്റെ കസിൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് തന്നെത്താൻ വീഡിയോ എടുക്കണം. അപ്പോൾ ഇത്തിരി പാടാണ്. അപ്പോൾ എൻ്റെ കസിൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് എൻ്റെ കസിൻ ചെയ്യും, ഞാൻ വീഡിയോ എടുക്കും. അപ്പം അതൊരു ഈസിനെസ് ഉണ്ടായിരുന്നു അതിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യണത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആവണമെന്നില്ല, കാരണം മൊബൈലും പിടിച്ച് ചെയ്യല്ലേ. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ടില്ല, പക്ഷേ കുഴപ്പമില്ല. കാരണം നമ്മൾ ജേർണൽ ചെയ്യുമ്പോൾ നല്ല രസമായിട്ടായിരിക്കും ഇത് വരുന്നത്. എങ്ങനെയുണ്ട് നിമിഷ, കൊള്ളാവോ? കൊള്ളാം. അടുത്ത നമുക്ക് വയലറ്റ് ചെയ്താലോ? അതെ, വയലറ്റ് ഷെയ്ഡ് നമുക്ക് ഇനി യൂസ് ചെയ്യാം. ഈ ഒരു വയലറ്റ് എടുക്കുക. ഇതാണ് എനിക്ക് ഇത്തിരി കൂടി ഇഷ്ടപ്പെട്ടത്. ഈ കളേഴ്സിൽ നിന്ന് ഇതാണ് എനിക്ക് ഇത്തിരി കൂടി ഇഷ്ടപ്പെട്ടത്. അപ്പം നമുക്ക് ഇത് തന്നെ ചെയ്യാം. ആക്ച്വലി സ്കെയിൽ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ അത്രയ്ക്ക് രസം വരുന്നില്ല. ഇത്തിരി വൃത്തിയുടായ പോലെയാണ് എനിക്ക് തോന്നുന്നത് സ്കെയിൽ വെച്ച് യൂസ് ചെയ്യുമ്പോൾ. അതാണ് ഞാൻ സ്കെയിൽ യൂസ് ചെയ്ത് നോർമൽ ഹാൻഡ് വർക്ക് ചെയ്യുന്നത് ഫ്രണ്ട്സ്. ഓക്കെ, സോ ഫ്രണ്ട്സ്, നമ്മൾ കണ്ടു ആക്ച്വലി ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ ലാവൻഡർ ഷെയ്ഡും കംപ്ലീറ്റ് ചെയ്തു നമ്മൾ. അപ്പോൾ ആക്ച്വലി നമുക്കിതിങ്ങനെ കട്ട് ചെയ്താൽ മതി അല്ലേ നിമിഷ? കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ആക്ച്വലി ഇതിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിക്കുകയാണെങ്കിൽ, ഞാൻ ഇതിന് മുമ്പേ വേറൊരു കാര്യം കൂടെ ഉണ്ടാക്കിയായിരുന്നു ഫ്രണ്ട്സ്. ഇത് ഞാൻ പേസ്റ്റൽ ബ്രഷ് പെൻസ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ, പക്ഷേ ഈ ബ്ലാക്ക് സ്കെച്ച് പെൻ നമുക്ക് ഈ പേസ്റ്റൽ ബ്രഷ് പെൻസ് ഇവിടെ കിട്ടത്തില്ല. പക്ഷേ ഞാൻ ഡോംസിൻ്റെ വേറെ ബ്രഷ് പെൻ യൂസ് ചെയ്ത് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഈ സ്റ്റിക്കി നോട്ട് ബുക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉണ്ടോ നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നില്ലേ, ഈ ഒരു ഡിസൈനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഡിഫറെൻറ്റ് വേരിയിങ് കളേഴ്സ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ കളർ വെച്ച് ഇങ്ങനെ ബോർഡറിങ് കൊടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിൽ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് ജസ്റ്റ് നമുക്കൊരു ക്വാട്ട് എഴുതി ഞങ്ങൾ ജസ്റ്റ് ഡിസൈനൊക്കെ ചെയ്ത് സ്റ്റിക്കി നോട്ട് ബുക്കിൽ നിന്ന് ഈ മെറ്റാലിക് കളർ യൂസ് ചെയ്താണ് ഈ സ്റ്റിക്കി നോട്ട് ബുക്ക് എന്ന് ഞാൻ എഴുതിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല രസമല്ലേ അല്ലേ നിമിഷ? കൊള്ളാവോ ഇത്?
വശമുണ്ട്, ഞാനും ഇത് ആദ്യമായിട്ടാ കാണുന്ന. അപ്പോൾ ഞാൻ ചുമ്മാ കാരണം എൻ്റെ അടുത്തുള്ള സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടിരിക്കരുത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒരു ബുക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇങ്ങനെ എനിക്ക് ഉണ്ട്, അതിന് ഇത് സ്ഥലമില്ലായിരുന്നു ഇതിൽ ഒട്ടിക്കുക. അങ്ങനെ ഇത്തിരി വലുതായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയി കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെക്കാമെന്ന്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നോർമലായിട്ട് യൂസും ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തന്നു, നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു തന്നെ നിങ്ങൾക്ക്. അപ്പം ഇതായിരുന്നു ഈ ബ്രഷ് പെൻസിൻ്റെ ഒരു ഹോളായിരുന്നു ഇത്. നമ്മൾ നന്നായിട്ട് നമ്മളിതിനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി. ഇത് കണ്ടോ, നമ്മൾ നോർമൽ തിക്ക് പേപ്പറിൽ ചെയ്തത് അതിനെ കണ്ടോ, അതിൻ്റെ കളർ റേഞ്ച് എങ്ങനെയാണെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിമിഷയ്ക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഇനി ഞാനും ഇത് വാങ്ങിക്കാൻ പറയണം. യാ, അപ്പം സോ ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മളെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Yeah, Wait for our YouTube video. Yeah. Bye. Yeah, അപ്പോൾ AN കസിൻസിൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.